കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ഷനിൽ എനിക്ക് ആകെ ഒരു പ്രയാസമുണ്ടായ ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു. സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു. എനിക്ക് ആകെ ഒരു DK ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു. എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നേതാക്കൾ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കള് വേണ്ടത്ര പരിഗണന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് നൽകിയില്ല എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് അന്ന് ഫുഡ് പോയ്സൺ കാരണം വരാഞ്ഞതാണ്. പക്ഷെ മറ്റ് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോട്ടെ, അത് ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നേതാക്കൾ പ്രചരണം നടത്തുന്ന, അതായത് ദേശീയ തലത്തിലുള്ള നേതാക്കൾ ഉൾപ്പെടെ പ്രചരണത്തിൽ വിട്ടു പറയാമല്ലോ. അതെ അതെ. അപ്പൊ ഇത് എത്ര കാലത്തേക്ക് ഇപ്പൊ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം? പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കുമില്ല. കാരണം സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണം എന്ന് പറയും. ഇനി ചെറുപ്പക്കാരുമായിട്ട് ഞാൻ മാറി ഷാഫി വന്നപ്പോ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്ത തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ. നിയമസഭയിലേക്കും കുറെ ചെറുപ്പക്കാർ വരട്ടെ. ഇനി മത്സരരംഗത്തില്ല. നേരത്തെ ചോദിച്ചത് ഈ ഒരു കുറിപ്പ് ചീട്ട നൽകാൻ താങ്കൾ തൃശ്ശൂർ വരുന്ന വലിയൊരു ഓളം ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. അതായത് എന്നാൽ കഴിയാവുന്ന എല്ലാ കാര്യം ഞാൻ. വ്യക്തിപരമായി താങ്കളുടെ പ്രശ്നം കൊണ്ടല്ല ഈ മത്സരത്തിൽ പരാജയപ്പെടുന്നത്. അപ്പൊ വ്യക്തിപരമായി എനിക്ക് അതിലൊരു പങ്ക്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് സംഘടനാ തലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാവില്ലേ? അല്ലെങ്കിൽ താങ്കളെ പോലെ ഒരാൾ വരുന്നു, ഭയങ്കര ക്രൗഡ്ഫുള്ളർ എന്ന നിലയ്ക്ക് വരുന്നു, ഒരുപാട് ആളുകൾ വരുന്നു, പല ആളുകളും വിട്ടുനിന്ന പല ആളുകളും താങ്കൾക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ടാവും. പക്ഷെ എന്നിട്ടും വിജയിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന് ഒരു പങ്കുണ്ടാവില്ലേ? അതെ, എന്തിനാ ജില്ലാ നേതൃത്വത്തിന് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറെ പ്രയാസത്തിലാണ്. അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നു. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.